ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ക്ഷേത്രത്തെക്കുറിച്ചറിയാം. അത്ഭുതദായകമായ ഒരു ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം. സ്കന്ദപുരാണം, ബ്രഹ്മപുരാണത്തിലും ഈ ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പുരുഷോത്തമ ക്ഷേത്രം എന്നുകൂടെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രമാണ് ബേഡി ഹനുമാൻ അഥവാ ദാരിയ മഹാവീർ ക്ഷേത്രം. ചക്രതീർത്ഥ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഹനുമാൻ സ്വാമിയെ ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്നതാണ്. പുരിയെ കടൽക്ഷോഭത്തിൽ നിന്ന് സംരക്ഷിക്കാനും സമുദ്രരാജാവിനെ നിയന്ത്രിക്കാനും ജഗന്നാഥൻ ഹനുമാനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ പ്രധാന ഐതിഹ്യം. ബേഡി ഹനുമാൻ ക്ഷേത്രം അഥവാ ദരിയ മഹാവീർ ക്ഷേത്രം. ഒറിയ ഭാഷയിൽ ദരിയ എന്നാൽ കടൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അതേസമയം മഹാവീർ എന്നത് ഹനുമാന്റെ മറ്റൊരു പേരാണ്. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രം. 2 കൈകളുള്ള ഹനുമാന് സമർപ്പിച്ചിരിക്കുന്നു. ഒന്നിൽ ഒരു ലഡ്ഡുവും മറ്റൊന്നിൽ ഗദയും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവങ്ങൾ ഹനുമാൻ ജയന്തി, പാന, സംക്രാന്തി, രാമനവമി എന്നിവയാണ്. ഹനുമാൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. മതപരമായ പ്രാധാന്യം, ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഈ ക്ഷേത്രം പ്രശസ്തമാണ്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും എന്താണെന്ന് അറിയാം. കടൽക്ഷോഭത്തിൽ നിന്ന് ജഗന്നാഥപുരിയെ സംരക്ഷിക്കാൻ ഭഗവാൻ ചുമതലപ്പെടുത്തിയിരുന്നത് ഹനുമാൻ സ്വാമിയെയാണ്. എന്നാൽ ഒരിക്കൽ ഭഗവാൻ ജഗന്നാഥനെ അറിയിക്കാതെ ഹനുമാൻ അയോധ്യയിലേക്ക് പോയി, അതും ലഡ്ഡു ആസ്വദിക്കാനായിട്ട്. തൽഫലമായി കടൽ വെള്ളം നഗരത്തിൽ പ്രവേശിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഭാവി സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഭഗവാൻ ജഗന്നാഥൻ ഹനുമാനോട് രാവും പകലും ജാഗ്രത പാലിക്കാൻ കൽപ്പിച്ചുകൊണ്ട് ഹനുമാനെ ചെങ്ങലയിൽ ബന്ധിച്ചു. അതിനുശേഷം കടൽ ഒരിക്കലും നഗരത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ജഗന്നാഥനാൽ ബന്ധിതനായ ഹനുമാൻ സ്വാമി ഇന്നും ക്ഷേത്രത്തെ പരിപാവനമായി കടൽ വെള്ളം കയറാതെ സംരക്ഷിക്കുന്നു. ഇതൊരു ഹനുമാൻ ക്ഷേത്രമാണെങ്കിലും മറ്റു ദേവതകളുടെ നിരവധി ചിത്രങ്ങൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ശ്രീകോവിലിന്റെ പുറംചുവരുകളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ സ്നേഹപൂർവ്വം മടിയിൽ പിടിച്ചിരിക്കുന്ന അഞ്ജനയുടെ, അതായത് ഹനുമാന്റെ അമ്മയുടെ ചിത്രം കാണാം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ ചുവരിൽ ഈ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഗണപതിയുടെ ചിത്രം കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ വടക്കൻ ചുവരിൽ സങ്കീർണമായി അലങ്കരിച്ച ഒരു പീഠത്തിൽ നിരവധി ദേവതകളുടെ ചിത്രങ്ങളും കാണാൻ സാധിക്കും. ഇനി നമുക്ക് പുരിയിൽ തന്നെയുള്ള കനപത ഹനുമാൻ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പുരാതനവും വിശ്വാസപ്രധാനവുമായ ഹനുമാൻ ക്ഷേത്രം. ജഗന്നാഥ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഭക്തർക്ക് ഹനുമാന്റെ അനുഗ്രഹം തേടാനും കടൽ തീരത്തോട് ചേർന്നുള്ള ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാനും സാധിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് കനപത ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൂടെ അറിയാം. ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ കവാടത്തിൽ, അതായത് വ്യാഘ്രദ്വാരത്തിലാണ് കനപത ഹനുമാൻ സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ മുഴുവൻ സമുദ്രത്തിലെ തിരമാലകൾ പുരി മുഴുവൻ കേൾക്കുന്ന ഒരു വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഒരിക്കൽ ഈ ശബ്ദം ജഗന്നാഥന്റെ ക്ഷേത്രത്തിലും പ്രവേശിച്ചു. ഇത് ഭഗവാന്റെ ഉറക്കത്തിന് ഭംഗം വരുത്തി. സമുദ്രനെ ശല്യപ്പെടുത്തുന്ന ഒരു ശബ്ദവും ഉണ്ടാക്കരുതെന്ന് ഭഗവാൻ ജഗന്നാഥൻ കൽപ്പിച്ചു. അതിനുശേഷം കടൽ തീരത്ത് സമുദ്രം ഇടിച്ചതിന്റെ ശബ്ദം പിന്നീട് ഒരിക്കലും ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചില്ല. ഭഗവാൻ ജഗന്നാഥൻ തന്റെ ഭക്തനായ ഹനുമാനെ തെക്കേ കവാടത്തിൽ നിർത്തി ശ്രദ്ധയോടെ കേൾക്കാനും ആ ശബ്ദം മന്ദിരത്തിൽ പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും നിയോഗിച്ചു. കനപത എന്നാൽ ചെവികൾ കേൾവിക്കായി ഉപയോഗിക്കുക എന്നാണ് അർത്ഥപ്പെടുന്നത്. അങ്ങനെ ഹനുമാൻ ഇവിടെ കനപത ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ജഗന്നാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ 2 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തർ അത്യധികം പുണ്യകരമായിട്ടാണ് കരുതുന്നത്. എല്ലാവരെയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.